video is sponsored by SPO Digital Marketing. அதிக பெரிய தப்பு தினம் ₹300 சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் ₹300 சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ആവിൽ മിൽക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. നമുക്ക് വീട്ടിലെന്തായാലും ഇച്ചിരി ആവിലിരിപ്പുണ്ടാവും, പാലും ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ചെറുപഴം ഏതെങ്കിലും എടുക്കാം. റോബസ്റ്റ് പഴം കുറച്ചുകൂടി ടേസ്റ്റാണ്, അതുകൊണ്ട് തന്നെ റോബസ്റ്റ് പഴം എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ആ പാലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ പാൽ നിങ്ങൾക്ക് തണുത്ത പാൽ വേണമെങ്കിലും എടുക്കാം, പക്ഷെ എനിക്ക് ഈ ചൂട് പാലാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. പിന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ അവിൽ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്യുന്നത് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ക്രഷ് ആവുന്ന വിധത്തിലുള്ള വറുത്തെടുക്കുന്നേ ഉള്ളൂ. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് കുറേ നേരം വറുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒന്നല്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് കുറച്ച് ടൈം എടുത്ത് വറുത്തതാണ്. ഇനി നമ്മുടെ പാലിവിടെ തിളച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട്, അതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് റോബസ്റ്റോ പഴമാണ്. റോബസ്റ്റോ പഴം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പഴം ഏതായാലും എടുക്കാം. കുറച്ച് ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയത് റോബസ്റ്റോ പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ റോബസ്റ്റോ പഴം എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ ഈ സൈസിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കനവും വേണം, എന്നാൽ വലിയ നീളത്തിലും അല്ല, ഈ സൈസിൽ ക്യൂബ് സൈസിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് 2 സ്പൂൺ ഞാനൊരു ഗ്ലാസ്സിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 പേർക്ക് കഴിക്കാനുള്ള അവൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ 2 സ്പൂണ് ഇതിലും 2 സ്പൂൺ അതിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂനട്ടും മുന്തിരിയാണ്. അത് നിങ്ങളുടെ ഓപ്ഷനിലാണ്, ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലേക്ക് സ്കിപ്പ് ചെയ്തേക്കാം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് പെട്ടെന്ന് കയറി വന്നോ, അല്ലെങ്കിൽ നമുക്ക് പിള്ളേർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവൽ, മിൽക്ക്, പഴം. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നെക്സ്റ്റ് ഞാനിടാൻ പോകുന്നത് ബൂസ്റ്റിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് ഹോർലിക്സിൻ്റെ പൊടി വേണമെങ്കിലും എടുക്കാം. ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 5 രൂപയുടെ ചെറിയ പാക്കറ്റ് എടുത്തിരിക്കുന്നത്, അതിൽ 2 ഗ്ലാസ്സിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലിനകത്ത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാൽ രണ്ടിലും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് കാണത്തില്ല. ഇത് നമ്മളിനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. ഇപ്പം ആ പാലിൻ്റെ അകത്തും ആവിലും ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, പൊമഗ്രാനറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. കാഷ്യൂനട്ടും ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് സെറ്റായി വന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി, നന്നായിട്ട് സെറ്റായിട്ടൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുപോലെ താങ്ക്സ്.